ഇവിടെ എന്താണ് ഇപ്പോൾ പല പ്രതികരണങ്ങളിലും വേണമെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്ന നിലപാട് പറയുന്നുണ്ട്. നമുക്ക് വേണേൽ പ്രശാന്തിന്റെ ആ പ്രതികരണങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ കീറിമുറിച്ച് പരിശോധിക്കുകയും ചെയ്യാം. പക്ഷെ പ്രശാന്ത് വേറൊരു ലാർജർ കോസിനെതിരെ നിൽക്കുന്നു എന്നതാണെങ്കിൽ പ്രശാന്തിനൊപ്പം നിൽക്കണോ അതോ പ്രശാന്തിന്റെ എതിർപക്ഷം നിൽക്കുന്നവർക്കൊപ്പം നിൽക്കണോ? ശ്രീ കെ ഷാജി, നേരത്തെ തന്നെ നിങ്ങളുടെ പറ്റി സംസാരം നടക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അദ്ദേഹം പലരും സമ്മതിക്കുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം ഗൗരവമായി അദ്ദേഹം ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു കാര്യം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു സിവിൽ സർവീസിലിരിക്കുന്ന ഒരാള് തൻ്റെ മേലധികാരിയെ കുറിച്ചൊന്നുള്ളതല്ല എൻ്റെ പ്രശ്നം, അല്ല മേലധികാരി നല്ലതാണെന്നും അല്ല പ്രശ്നം, പക്ഷെ അവരെ കുറിച്ച് ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും കുറച്ചുകൂടി അത് ഉപയോഗിക്കുന്ന ഒരു രീതി, കാരണം അതും ഒരു പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആര് എന്തു പറയണം, കാരണം നന്നായി സംസാരിക്കാൻ അറിയുന്ന രാഷ്ട്രീയക്കാരുണ്ട്, നന്നായി സംസാരിക്കാനും നന്നായി എഴുതാനും പറ്റുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഉന്നതമായ ക്രൂഷ്യലായ പോസ്റ്റിലിരിക്കുന്ന ആളുകൾ. അവർ സംസാരിക്കുമ്പോൾ, അവർ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ ആ വാക്കുകൾക്ക് ഒരുപാട് വിലയുണ്ട്, അതിന് ഒരുപാട് ഭാരങ്ങളുണ്ട്. പ്രശാന്ത്, അങ്ങനെ ആകെ ഒരു പുച്ഛം പരിഹാസം എന്ന പ്രശ്നമുണ്ടോ? ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കും കേട്ടോ, കാരണം ഞാൻ അത് ഇല്ലാന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ സർക്കാസം എനിക്ക് കുറച്ച് അധികം ഉണ്ട്. അത് സർക്കാസവും അധിക്ഷേപത്തിന് അതിർവരമ്പ് മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, ഇതെന്നാണ്, ഇത് ഭയങ്കര ആപേക്ഷികല്ലേ. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കാത്തത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ അതിന്റെ ടോണും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ടോൺ ആയിരിക്കില്ല വായിക്കുന്ന ആളെ എടുക്കുന്നത്. ചിലപ്പോൾ വളരെ മോശമായിട്ടൊക്കെ വിചാരിച്ചെന്നിരിക്കും. സ്വന്തം മേലധികാരി, അയാൾക്കെതിരെയുള്ള ആരോപണം എന്തുമാവട്ടെ, ആ ആളെയൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അയാളെ ഈ മാടമ്പള്ളിയിലെ മനോരോഗി അല്ലെങ്കിൽ ചിത്തരോഗി എന്നൊക്കെ വിളിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, പ്രശാന്തിൻ്റെ പല ഡയലോഗുകളും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും നയിക്കപ്പെടുന്നത് സിനിമയുടെ ഡയലോഗും സിനിമയുടെ പശ്ചാത്തലവും സിനിമയുടെ ഇൻസ്പിറേഷനും നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമയുടെ സ്റ്റിക്കറും ഒക്കെയാണ്. ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ അറിയോ, കാലഘട്ടങ്ങൾ മാറുമ്പോൾ നമ്മൾ 70കളിലെ സെൻസിറ്റിവിറ്റി അല്ലെ 80കളിലും 90കളിലും ഇപ്പം നമ്മൾ 2024 ഈ 2024 നമ്മൾ നിൽക്കുമ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പ് ഒരാളെ ചിത്തരോഗി എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ മനോരോഗി എന്ന് വിളിച്ചാൽ അതൊരു ഒഫൻഡിങ് ആയിരുന്നില്ല. ഇന്നത് ഒഫൻഡിങ് ആണ്. കാരണം നമുക്കറിയുന്നത് ഇപ്പം മാനസിക രോഗം എന്ന് പറയുന്നത്, ഒരു മാനസിക രോഗി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബയോളജിക്കലായ റീസൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ വലിയ ഫാമിലി പരമായിട്ട് പിന്തുടർച്ചയുണ്ടാവാം. ഇതൊന്നും ഒരാളുടെ കുറ്റമല്ല. അല്ല, ഒരാൾ മാനസിക രോഗത്തിന് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിൽ പിന്നോക്ക് നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരാളെ മനോരോഗി എന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് രോഗമുണ്ടാവട്ടെ ഇല്ലാതാകട്ടെ, അതൊരു ഇൻസൾട്ടാണ്. അത് സിനിമയിലെ ഡയലോഗ് ആണെന്ന് പറഞ്ഞാൽ പോലും ശരിയല്ലെന്നാണ്. കാരണം നമ്മളങ്ങനെ വിളിക്കാൻ പാടില്ല. ഇപ്പം മാധ്യമപ്രവർത്തകർ നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും നമുക്കിന്ന് പേടിയാണ് ഉപയോഗിക്കാൻ. കാരണം കാലം മാറി, ജനങ്ങളുടെ സംവേദനത്തിൻ്റെ രീതി മാറി, ജനങ്ങളുടെ മൂല്യബോധങ്ങൾ മാറി. അപ്പം കാലത്തിനൊത്ത് നമ്മൾ നവീകരിക്കപ്പെടണം. മാടമ്പള്ളിയിലെ ചിത്രരോഗി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഡിയം ഫ്രേസ് എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. ഇപ്പോൾ അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ മാടമ്പള്ളിയിലെ മനോരോഗി തന്നെ പറയണം. മാടമ്പള്ളിയിലെ അങ്ങനെയല്ലേ പ്രയോഗം? അങ്ങനെയല്ല, മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ചിത്രരോഗിയല്ല. ഓ, എന്നാ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ സിനിമ ഡയലോഗ് എന്നുള്ള ഓർമ്മയിലാണ് അത് ഇട്ടത്. മാടമ്പള്ളിയിൽ എന്നും കൂടെ പറയുമ്പോഴേ അതിന് അർത്ഥം വരുന്നുള്ളൂ. ഇപ്പം ഡോക്ടർ ജയതിലക് മാടമ്പള്ളി തറവാട്ടിലൊന്നും അല്ലല്ലോ. ഇറ്റ്സ് എ പ്രയോഗം. ഈ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ അർത്ഥം ശരിക്കും പ്രധാനമന്ത്രിയാണെന്നാണോ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ആ സിനിമയിലെ ആ പ്രയോഗമാണെങ്കിൽ ഇപ്പോ അതായത് അതിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണോ അതല്ല, മനസ്സിലാണ്. ഇപ്പം അത്രേ ഉള്ളൂ. ഇപ്പൊ കെ ഷാജി പറഞ്ഞത് നമ്മുടെ മാറി വരുന്ന സംവേദനത്തെ കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ ചർച്ചകളിൽ, രാഷ്ട്രീയ ചർച്ചകളിൽ പൊട്ടൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ആൾക്കാർ, രാഷ്ട്രീയക്കാരൊന്നും. പൂർണ്ണമായിട്ട് എതിരാണ്. ഞാൻ എന്ത് പൊട്ടത്തരെ പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചർച്ചയിൽ ഉപയോഗിച്ചു, ഒരാളെന്നെ വിളിച്ചു, അത് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യലാണ്, ഞങ്ങൾ കേസുമായി പോലാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ ആ വാക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. എന്ന് പറയുന്ന പോലെ മാറി വരുന്ന സംവേദനത്തിൽ ചിത്തരോഗി എന്ന വാക്ക് ഒഴിവാക്കപ്പെട്ട വാക്കാണെന്ന് പറയാണ് പരിഹസിക്കുന്നതിന് വേണ്ടി. സംവേദന രീതി മാറുമ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും ആ രീതി മാറുന്നുണ്ട്. ഇപ്പൊ ഇത്തരം രീതിയും ഇതിനപ്പുറത്തെ രീതിയിലുമാണ് ഇപ്പോഴത്തെ ജനറേഷൻ സംസാരിക്കുന്നത്. ഇത് കണ്ട് ഒഫൻഡഡ് ആവുന്ന ആരാണെന്ന് അറിയാമോ? സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് നിൽക്കുന്ന കുറച്ചുകൂടെ പ്രായം ചെന്നവരാണ്. അവരാണ് ഇതൊക്കെ വലിയ അയ്യോ ശരിയല്ലെങ്കിൽ നമ്മൾ അല്ല, ശരിയല്ല എന്നല്ല, അവർക്ക് ആ പ്രയോഗം കിട്ടുന്നില്ല, തലയ്ക്ക് അവർക്ക് കിട്ടുന്നില്ല. അതായത് മാടമ്പള്ളിയിലെ ഇതെന്ന് പറയുന്നതോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രയോഗങ്ങളും അവരുടെ തലയ്ക്ക് മുകളിലൂടെയാണ് പലർക്കും പോകുന്നത്. അതൊരു മോശം. എനിക്കും പോകാറുണ്ട്. ഞാൻ പറയുന്നത് പിള്ളേരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നീ എന്നിട്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക. അന്നേരമാണ് അവർ പറയുന്നത് ഇങ്ങനൊരു മീമുണ്ട്. ഇപ്പോൾ ഒഹായോ മീം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം ആർക്കെങ്കിലും, എനിക്കിനി മനസ്സിലായിട്ടില്ല ഒഹായോ മീം എന്താണെന്ന്. അത് പക്ഷെ പിള്ളേർക്ക് അറിയാം. ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ കുറച്ച് വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ ആ വ്യവസ്ഥാപിത സിസ്റ്റത്തിനകത്ത് എത്രത്തോളം നമ്മൾ നിൽക്കുന്നു, നമ്മൾ ഇത്തരം കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ വേറിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വേറെന്തൊക്കെയാണ്.